അമ്മൂട്ടി, എണീറ്റേ. നിനക്കിന്ന് കോളേജിൽ പോണ്ടേ? അമ്മൂട്ടി, ദാ വന്നമ്മേ. ഞാൻ എന്തെങ്കിലും നേരം വൈകി എണീറ്റിട്ടുണ്ടോ? അമ്മ എന്നെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചതല്ലേ ഇപ്പോഴും ഞാൻ കൊണ്ടുപോകുന്നത്? അതേലോ, എൻ്റെ അമ്മ സൂപ്പറല്ലേ. ഇത് അമൃത എന്ന അമ്മുവും അവളുടെ അമ്മയായ ഗൗരിയും. ഗൗരിയുടെ 18ാമത്തെ വയസ്സിൽ തന്നെ അവളുടെ വീട്ടുകാർ അവളെ വിവാഹം കഴിപ്പിച്ചയച്ചു. 19ാമത്തെ വയസ്സിൽ അമ്മൂട്ടി ഉണ്ടായി. എന്നാൽ ആ ദാമ്പത്യം മുന്നോട്ട് പോയില്ല. അയാൾക്ക് വേറെ ഒരിഷ്ടമുണ്ടായിരുന്നു. ഗൗരിയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് അയാൾ നാടുവിട്ടു. പിന്നീട് ഗൗരി കുഞ്ഞുമായി ആ നാടുപേക്ഷിച്ചു. ആ ചെറുപ്രായത്തിൽ അവൾക്ക് താങ്ങായത് അവളുടെ അച്ഛൻ്റെ സഹോദരിയായിരുന്നു. പാർട്ട് ടൈം ജോലി ചെയ്തും പഠിച്ചും അവൾ ഒരു LP സ്കൂൾ ടീച്ചർ ജോലി നേടിയെടുത്തു. എന്നാൽ അച്ഛൻ പെങ്ങൾക്ക് വിദേശത്തുള്ള മകൻ്റെ അടുത്തേക്ക് പോവേണ്ടി വന്നതിനാൽ അവർ വീണ്ടും തനിച്ചായി. ഗൗരി പിന്നീട് അമ്മുവിന് വേണ്ടി ജീവിച്ചു. അമ്മൂട്ടി ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറാണ് പഠിക്കുന്നത്. അമ്മേ, ഇറങ്ങാം. സാരി ഉടുത്ത് പുറത്തേക്ക് വന്ന ഗൗരിയെ അമൃത കണ്ണെടുക്കാതെ നോക്കി നിന്നു. അമ്മേ, സത്യം പറയാലോ, അമ്മയെ കണ്ട എൻ്റെ ചേച്ചിയാണെന്നേ തോന്നൂ. അസൂയാണോ എൻ്റെ മോൾക്ക്? ഒന്ന് പോ അമ്മേ. ഗൗരി സ്കൂളിലേക്കും അമ്മു കോളേജിലേക്കും പോയി. പിറ്റേന്നാണ് ഗൗരിയുടെ വീടിൻ്റെ അയൽ വീട്ടിൽ പുതിയ താമസക്കാർ വന്നത്. ഒരമ്മയും മകനും. അമ്മേ, വന്നു നോക്ക്, അപ്പുറത്ത് താമസക്കാർ വന്നു. അമ്മു ഗൗരിയെ വിളിച്ചു കൊടുന്ന് കാണിച്ചു. അതിനെന്താ അമ്മു, അവർ വന്നോട്ടെ, നമുക്കൊരു കൂട്ടാവും അല്ലേ അമ്മേ? പിന്നെ നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? പോ. ഈ അമ്മ. അവൾ ചാടിത്തുള്ളിപ്പോയി. ഗൗരി അകത്തേക്ക് കയറാൻ നേരമാണ് കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടത്. ഹരിയേട്ടൻ. അവൾ ഞെട്ടി. കൂടെ ദേവിയമ്മയുമുണ്ട്, ഹരിയേട്ടൻ്റെ അമ്മ. ഈശ്വര, ഇവരാണോ ഇവിടെ താമസത്തിന് വന്നത്? ഗൗരിക്ക് ആകെ ടെൻഷനായി. തൻ്റെ ആദ്യ പ്രണയം, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നിയ ഇഷ്ടം, ആ ഇഷ്ടം വീട്ടിൽ അറിയുന്നതും 18 വയസ്സ് പൂർത്തിയായപ്പോഴത്തേക്കും വിവാഹം കഴിപ്പിച്ചതുമെല്ലാം ഒരു സെക്കൻഡിൽ അവളുടെ മനസ്സിൽ ഓടിയെത്തി. ഇല്ല, അതൊക്കെ കഴിഞ്ഞ കാലമാണ്. ഹരിയേട്ടൻ ഭാര്യയും കുഞ്ഞുങ്ങളുമൊത്ത് സുഖമായി ജീവിക്കുകയാവും അവൾ ആശ്വസിച്ചു. ആദ്യത്തെ 2-3 ദിവസം ഹരിയെ കാണാതെ ഗൗരി ഒളിച്ചു നടന്നെങ്കിലും ഒരു ഞായറാഴ്ച അവൻ അവളെ കണ്ടു. ഗൗരി, അവൻ അവളെ വിളിച്ചു. ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു. ഹരിയേട്ടനോ? നീയാണോ ഇവിടെ താമസിക്കുന്നത്? അതെ, ഞാനും മോളും. അവൾ പറഞ്ഞു. വാ, അമ്മയുണ്ട് അകത്ത്. അയ്യോ ഇല്ല, മോളിപ്പോൾ വരും. അവൾ മ്യൂസിക് ക്ലാസ്സിന് പോയിരിക്കുക. അതിനെന്താടോ, ഒന്ന് കയറിയിട്ട് പോവാം. അവൾ നിരസിച്ചില്ല. അവനോടൊപ്പം അകത്തേക്ക് ചെന്നു. ദേവിയമ്മ അവളെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. മോളെ, എൻ്റെ മോൻ കാരണം ഒരുപാട് വേദനിച്ചുല്ലേ? അവളൊരു വാടിയ പുഞ്ചിരി നൽകി. എല്ലാം അറിഞ്ഞിരുന്നു. അയാൾ ഉപേക്ഷിച്ചു പോയതും എല്ലാം. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു. അവൾ പെട്ടെന്ന് വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഹരിയേട്ടൻ്റെ ഫാമിലി. അവനൊന്ന് ചിരിച്ചു. എൻ്റെ ഫാമിലി തന്നെയാടോ ഇത്. ഭാര്യ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ വിവാഹം കഴിച്ചിട്ടില്ല മോളെ. ഗൗരി ഞെട്ടി അവനെ നോക്കി. അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നീട് കുറേ നേരം ഗൗരിക്ക് അവിടെ നിൽക്കാനായില്ല. താൻ കാരണമാണോ ഹരിയേട്ടൻ വിവാഹം കഴിക്കാത്തത്? അവളുടെ ഉള്ളിൽ ഒരു ചോദ്യമുയർന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഹരിയും ഗൗരിയും കാണുമെങ്കിലും ഒരു ഗുഡ് മോർണിംഗിൽ അവരുടെ സൗഹൃദം ഒതുങ്ങി. ഒരിക്കൽ അമ്മൂട്ടിയെ കണ്ട ഹരി അവളോട് സംസാരിച്ചു. അമ്മുവിൻ്റെ തമാശയും കളികളും ഹരിയെയും ദേവിയമ്മയും ഒരുപാട് സന്തോഷിപ്പിച്ചു. ഇന്നുവരെ തനിക്ക് കിട്ടാത്ത സ്നേഹം, കെയറിങ് എല്ലാം ഹരിയിൽ നിന്നും കിട്ടുന്നതായി അമ്മുവിന് തോന്നി. പഠിക്കാനുള്ള കാര്യങ്ങളിൽ പോലും ഹരി അവളെ സഹായിച്ചു. അവളോടൊപ്പം കളിച്ചും ചിരിച്ചും ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഗൗരിക്ക് അതൊക്കെ കണ്ടപ്പോൾ പേടിയായിരുന്നു. ഇതുവരെ അമ്മുവിന് കിട്ടാത്ത സ്നേഹവും സംരക്ഷണവും ഹരിയേട്ടൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നെങ്കിലും അവർ തിരിച്ചു പോയാൽ അമ്മുവിന് അത് താങ്ങാനാകുമോ? ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. ഗൗരിയും അമ്മുവും ഹരിക്കും ദേവിയമ്മയ്ക്കുമൊപ്പം യാത്രകൾ പോയും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചും ആസ്വദിച്ച് നടന്നു. എന്നാൽ ഹരിയിൽ ഗൗരിയോട് ആ പഴയ പ്രണയം അതുപോലെ ബാക്കിയാണെന്ന് ഗൗരിക്ക് മനസ്സിലായി. ഒരു നാൾ അവൻ അവളോട് തുറന്ന് സംസാരിച്ചു. എന്നാൽ ഗൗരിക്ക് അത് അംഗീകരിക്കാനായില്ല. തൻ്റെ അമ്മുവല്ലാതെ വേറൊന്നിനെക്കുറിച്ചും അവൾ ചിന്തിച്ചില്ല. എന്നാൽ അമ്മുവിൽ ഹരിയോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിരുന്നു. നിനക്കെന്താ അമ്മു, ഭ്രാന്താണോ? അമ്മുവിൻ്റെ കൂട്ടുകാരി വീണയാണ്. നിന്റെ അമ്മയേക്കാൾ പ്രായമുള്ള ഒരാൾ. അയാളോടാണോ നിന്റെ പ്രണയം? അമ്മു അവളെ നോക്കി. നീ പറയുന്നത് ശരിയാകാം. എന്നാൽ ഹരിയേട്ടനില്ലാതെ, ആ സ്നേഹമില്ലാതെ ഇനി എനിക്ക് പറ്റില്ല വീണേ. ഇതുവരെ ഞാൻ അറിയാത്തൊരു സന്തോഷമാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. അമ്മുവിനെ പറഞ്ഞ് തിരുത്താൻ കഴിയില്ലെന്ന് വീണയ്ക്ക് തോന്നി. ഈ സമയം ഗൗരി ഹരിയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഇത്രയും കാലം എനിക്ക് വേണ്ടി ജീവിച്ചവൻ ഇനിയുള്ള കാലം തൻ്റെ കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. എന്തുത്തരം നൽകും? ആ സമയമാണ് അമ്മു അങ്ങോട്ട് വന്നത്. അമ്മേ, അവൾ വിളിച്ചു. എന്താ അമ്മ ആലോചിക്കുന്നത്? ഗൗരി അവളുടെ മുഖത്തേക്ക് നോക്കി. അമ്മൂട്ടി സമ്മതിക്കോ ഹരിയേട്ടനെ തൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ? അമ്മേ! അമ്മുവിൻ്റെ വിളി അവളെ ചിന്തയിൽ നിന്നും ഉണർത്തി. എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കും. നാളെ പറയാം കേട്ടോ. നാളെ അമ്മയുടെ പിറന്നാളല്ലേ, അപ്പോൾ നാളെ പറയാം. അവൾ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. ഗൗരി ഒരു നിമിഷം സംശയിച്ചു നിന്നു. പിറ്റേന്ന് ഗൗരി ഒരു വിളി കേട്ടാണ് പുറത്തു വന്നത്. ഹരിയാണ്. എന്താ ഹരിയേട്ടാ? ഹാപ്പി ബർത്ത്ഡേ, അവൻ പറഞ്ഞു. അവൾ ഞെട്ടി അവനെ നോക്കി. എങ്ങനെ അറിഞ്ഞു എന്നാണോ?
തന്നെക്കുറിച്ചുള്ള ഒന്നും ഓർമ്മയിൽ നിന്നും പോയിട്ടില്ലാടോ. അവൾ അവനെ തന്നെ നോക്കി. ഒരു നിമിഷത്തിൽ അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഹരി ഒന്ന് ഞെട്ടിയെങ്കിലും അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ ഈ രംഗം കണ്ടുവന്ന അമ്മുവിനെ രണ്ടാളും ശ്രദ്ധിച്ചില്ല. അവൾ ആകെ തകർന്നു. ദേഷ്യവും സങ്കടവും അവളിൽ നിറഞ്ഞു. അമ്മേ, അവൾ ഉറക്കെ വിളിച്ചു. ഗൗരി ഞെട്ടി തലയുയർത്തി. ഹരിയും ആകെ വല്ലാതായി. ഗൗരിക്ക് അമ്മുവിനെ നോക്കാൻ മടി തോന്നി. അവളെ ഇപ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഗൗരി ഓർത്തു. എന്നാൽ അമ്മുവിൻ്റെ മനസ്സിൽ തൻ്റെ അമ്മയുടെ സ്ഥാനം തൻ്റെ പ്രണയത്തെ തട്ടിയെടുത്തവളാണെന്ന് അവൾ അറിഞ്ഞില്ല. അമ്മു, മോളെ, അമ്മ പറയട്ടെ, വിളിക്കരുത് നിങ്ങൾ എന്നെ അങ്ങനെ. അമ്മുവിൻ്റെ ആ വിളിയിൽ ഗൗരി ഞെട്ടിത്തെറിച്ചു. ഹരിയും ആകെ തകർന്നു നിൽക്കുകയാണ്. നിങ്ങളൊരു അമ്മയാണോ? എനിക്ക് ഹരിയേട്ടനെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ആ ആളോടൊപ്പം തന്നെ വേണോ അമ്മയ്ക്കും? ഗൗരിക്ക് എന്താണ് അവൾ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസം തോന്നി. അമ്മു ഓടി വന്ന് ഹരിയെ കെട്ടിപ്പിടിച്ചു. ഹരിയേട്ടൻ എൻ്റെയാ, എൻ്റെ മാത്രം. തട്ടിയെടുക്കാൻ വന്ന അമ്മയാണെന്ന് ഞാൻ നോക്കില്ല. ആ നിമിഷം ഹരിയുടെ കൈയൊന്ന് ഉയർന്നു താഴ്ന്നു. അമ്മു മുഖം പൊത്തി നിലത്തിരുന്നു. മിണ്ടിപ്പോകരുത്. ഈ നിൽക്കുന്നവളുണ്ടല്ലോ നിന്റെ അമ്മ, അവൾക്ക് വേണ്ടി ജീവിച്ചവനാ ഈ ഞാൻ. നിന്നെപ്പോലും ഒരു മകളുടെ സ്ഥാനത്താണ് ഞാൻ കണ്ടത്. ഇത്ര വൃത്തികെട്ട മനസ്സായിരുന്നോ നിനക്ക്? ഹരി ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. എന്നാൽ ആ നിമിഷമൊക്കെയും ഗൗരി ഒരു പാവ കണക്കെ നിൽക്കുകയായിരുന്നു. അമ്മു ദേഷ്യത്തോടെ റൂമിലേക്ക് ഓടി. രാത്രി ഏറെ വൈകിയും ഗൗരിക്ക് ഒന്ന് ഓക്കെ ആവാൻ സാധിച്ചില്ല. ഇല്ല, വേണ്ട, എൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്. അവൾക്ക് ഹരിയേട്ടനോട് ഇഷ്ടമാണോ? ഈശ്വര, തൻ്റെ വിധിയോർത്ത് അവൾ സ്വയം പഴിച്ചു. അമ്മുവിനോട് സംസാരിച്ചേ പറ്റൂ. ഗൗരി അമ്മുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവൾ കവിഴ്ന്നു കിടക്കുകയായിരുന്നു. മോളെ, അമ്മൂട്ടി, അമ്മയെ നോക്ക്. ഗൗരി അവളെ തട്ടി വിളിച്ചു. എന്നാൽ ആ നിമിഷം ഗൗരി അലറിക്കരഞ്ഞു. കയ്യിലെ ഞരമ്പ് മുറിച്ച് ബെഡിൽ മുഴുവൻ ചോരയുമായി കിടക്കുന്ന അമ്മു. ഹരിയും ദേവിയമ്മയും ഗൗരിയുടെ അലർച്ച കേട്ട് അങ്ങോട്ടോടി. അവൻ അവളെ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ഇരിക്കുമ്പോഴും ഗൗരിക്ക് ജീവനുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു. അത്രയ്ക്കും തകർന്നിരുന്നു. ഡോക്ടർ പുറത്തു വന്നു. അപകടനിലം തരണം ചെയ്തിട്ടുണ്ട്. പോലീസിനെ തൽക്കാലം അറിയിക്കുന്നില്ല. ഹരി പറഞ്ഞതുകൊണ്ട് മാത്രം അയാൾ നടന്നുപോയി. അമ്മുവിന് ബോധം വന്നിരുന്നു. മോളെ, ഗൗരി കരഞ്ഞുകൊണ്ട് അവളെ നോക്കി. അമ്മു വേഗം തലതിരിച്ചു. നിങ്ങൾ ഇറങ്ങിപ്പോ എൻ്റെ മുറിയിൽ നിന്ന്, അവൾ ആർത്തു കരഞ്ഞു. ഹരിക്ക് അമ്മുവിനോട് ദേഷ്യം തോന്നി. ഗൗരി പുറത്തു വന്നിരുന്നു. ഹരി അവളുടെ അടുത്തെത്തി. ഗൗരി, അവൻ വിളിച്ചു. ഹരിയേട്ടൻ ഇനി എൻ്റെ ജീവിതത്തിൽ വരരുത്, പ്ലീസ്. അവൾ അവൻ്റെ നേർക്ക് കൈകൂപ്പി. ഹരി നിസ്സഹായനായി നിന്നു. ഡിസ്ചാർജ് ആയപ്പോൾ അമ്മു കൂട്ടുകാരിയുടെ കൂടെ ഹോസ്റ്റലിലേക്കാണ് പോയത്. ഗൗരി ശരിക്കും വല്ലാതെ തകർന്നു പോയി. അവൾ ഒരു മാസത്തേക്ക് ലീവ് എടുത്തു. ഒരു ദിവസം അമ്മുവിനെ കാണാൻ ഹോസ്റ്റലിൽ ദേവിയമ്മ എത്തി. അവൾ കുറച്ച് മടിയോടെയാണ് അവരുടെ അടുത്തെത്തിയത്. ദേവിയമ്മ അവളെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം പറഞ്ഞു തുടങ്ങി ഹരിയുടെയും ഗൗരിയുടെയും പ്രണയം. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അമ്മു കുറ്റബോധത്താൽ ഉരുകി. തൻ്റെ അമ്മയെ വേദനിപ്പിച്ചതിന് തനിക്ക് മാപ്പില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വാതിലിൽ തട്ടിയുള്ള വിളി കേട്ടാണ് ഗൗരി വാതിൽ തുറന്നത്. മുന്നിൽ നിൽക്കുന്ന അമ്മുവിനെ കണ്ടപ്പോൾ അവൾ ആകെ ഞെട്ടി. എന്നോട് ക്ഷമിക്കമ്മേ, അവൾ ഗൗരിയുടെ കാലിൽ വീണു. വേണ്ട മോളെ, നീ ഇല്ലാതെ ഈ അമ്മ ഇല്ല. എന്നെ വിട്ടിട്ട് പോവല്ലേ, അവൾ കരഞ്ഞു. ആ നിമിഷമെല്ലാം താൻ ചെയ്ത തെറ്റിൻ്റെ ആഴം അമ്മു മനസ്സിലാക്കുകയായിരുന്നു. അവർ വീണ്ടും പഴയ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അമ്മു ഗൗരിക്കടുത്തെത്തി. അമ്മേ, എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛൻ ശരിയാക്കിയതാണ്. എവിടെയാണ് മോളെ? അത് അത് ഗൾഫിലാണ്. ഗൗരി ഒന്ന് ഞെട്ടി. ഗൾഫിലോ? ഇനിയും എന്നെ വിട്ടിട്ട് പോകാനാണോ? അല്ല അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നാളെ രാവിലെയാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ തിരിച്ചു വരും, ഉറപ്പ്. എനിക്കൊരു മാറ്റം വേണം, പ്ലീസ്. ഗൗരിക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല. ഒറ്റയ്ക്കായി പോകുന്ന നാളുകളെ അവൾ ഭയന്നെങ്കിലും അമ്മുവിൻ്റെ നല്ല ഭാവിക്ക് അതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ ഗൗരി ആകെ അസ്വസ്ഥയായിരുന്നെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു വന്നതാണ് ഗൗരിയും അമ്മുവും. പെട്ടെന്നാണ് അങ്ങോട്ട് ഹരിയും ദേവിയമ്മയും വന്നത്. ഗൗരിക്ക് പേടിയായി. അമ്മു ഇനിയും പഴയ പോലെ ആകുമോ എന്നോർത്ത്. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അമ്മു ഓടിപ്പോയി ഹരിയുടെ കൈ പിടിച്ചു കൊണ്ടുവന്നു. അതേ, ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മക്കുട്ടിയെ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയോ? ഇല്ല, സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചാ ഞാൻ പോണേ. ഗൗരിക്ക് ഒന്നും മനസ്സിലായില്ല. അമ്മേ, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി. ഇതുവരെ കിട്ടാത്ത സ്നേഹവും പരിഗണനയും കിട്ടിയപ്പോൾ എൻ്റെ പൊട്ട ബുദ്ധിയാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. ഞാൻ എല്ലാം പറഞ്ഞ് മാപ്പ് ചോദിച്ചു കൂട്ടിയിട്ട് വരിക ഹരിയേട്ടനെ. ഗൗരി എന്തോ പറയാൻ തുടങ്ങിയതും അമ്മു അത് തടഞ്ഞു. ഇനി സംസാരമൊക്കെ ചടങ്ങ് കഴിഞ്ഞ് ഗൗരി ഒന്നും അറിയാതെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും തിരുമേനി അങ്ങോട്ട് വന്നിരുന്നു. താലി ചാർത്തിക്കോളൂ, അദ്ദേഹം പറഞ്ഞു. ഹരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പൂജിച്ച് താലി വാങ്ങി ഗൗരിയെ ചാർത്തി. അമ്മുവാണ് പൂമാല എടുത്തു കൊടുത്തത്. അതോടൊപ്പം രണ്ടുപേരുടെയും കൈ രണ്ടും ചേർത്ത് വെച്ചതും അവളായിരുന്നു. ഗൗരിയുടെ കണ്ണു നിറഞ്ഞു. അമ്മു രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്തു. വിമാനത്തിൽ ഇരിക്കുമ്പോഴും അമ്മുവിൻ്റെ മനസ്സിൽ തൻ്റെ അമ്മയും ഹരിയച്ഛനും തന്നെ യാത്രയാക്കാൻ വന്നതായിരുന്നു. അമ്മ കരയുന്നുണ്ടെങ്കിലും ഹരിയച്ഛൻ അമ്മയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. താലികെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഹരിയേട്ടനെ ഞാൻ അങ്ങനെയാണ് വിളിച്ചത്.
ഹരിയേട്ടനെ താൻ അങ്ങനെയാണ് വിളിച്ചത്. അതെ, തൻ്റെ അമ്മയുടെ പ്രണയമാണത്. ഈ യാത്ര സ്വയം തിരഞ്ഞെടുത്തതാണ്, ഒരു പ്രായശ്ചിത്തം പോലെ. ഇനി തൻ്റെ അമ്മ ജീവിക്കട്ടെ സന്തോഷത്തോടെ. ശുഭം. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.